ബുദ്ധിമാനായ പക്ഷി ഒരു മടയനായ വേടൻ മൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ കുരുക്ക് വെച്ച് കാത്തിരുന്നു. വളരെ നേരമായിട്ടും ഒരു മൃഗം പോലും വലയിൽ വീണില്ല. വേടന് ദുഃഖവും നിരാശയും തോന്നി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ചെറിയ പക്ഷി വന്ന് വലയിൽ കുടുങ്ങി. ഇന്ന് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വേടൻ കരുതി. ആ ചെറിയ പക്ഷിയെ കൊണ്ട് വേടൻ യാത്രയായി. കുറേ ദൂരം പോയപ്പോൾ പക്ഷി വളരെ ദുഃഖത്തോടെ പറഞ്ഞു, വേടൻ ചേട്ടാ, എന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്? എന്നെ വിടൂ, ഞാൻ സ്വതന്ത്രമായി പറന്നു പോകട്ടെ. അത് കേട്ട് വേടൻ ചിരിച്ചു. പക്ഷി വീണ്ടും പറഞ്ഞു, എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അങ്ങേക്ക് എന്താണ് നേട്ടം? എന്നെ കൊന്നു തിന്നാനാണെങ്കിൽ അങ്ങയുടെ വിശപ്പടക്കാനുള്ള മാംസം എനിക്കില്ല. എന്നെ വിൽക്കുന്നെങ്കിൽ വലിയ വിലയൊന്നും കിട്ടുകയുമില്ല. അതല്ല, എന്നെ വളർത്താനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു ദിവസം തീർച്ചയായും ഞാൻ പറന്നു പോകും. അതുകൊണ്ട് ദയാപൂർവം എന്നെ വിട്ടയക്കൂ. നിന്നെ വിട്ടയച്ചാൽ നീ എനിക്ക് എന്തു തരും? വേടൻ ചോദിച്ചു. പക്ഷി പറഞ്ഞു, ഞാനൊരു കൊച്ചു പക്ഷി. മഹാശക്തനായ അങ്ങേക്ക് ഞാൻ എന്താണ് തരിക? എങ്കിലും 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അവ ഒരിക്കലും മറക്കരുത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? വേടൻ ചോദിച്ചു. പക്ഷി പറഞ്ഞു, ആരെന്തു പറഞ്ഞാലും ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ. കയ്യിൽ കിട്ടുന്നവയെ ഉപേക്ഷിക്കരുത്. നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ദുഃഖിക്കുകയുമരുത്. പക്ഷി പറഞ്ഞ ഉപദേശങ്ങൾ കേട്ട് വേടൻ വളരെയധികം സന്തോഷിച്ചു. അയാൾ പക്ഷിയെ വിട്ടയച്ചു. പക്ഷി ചിറകടിച്ചു പറന്നുപോയി. ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, മടയനായ വേട, നീ എന്തിനാണ് എന്നെ വിട്ടയച്ചത്? ആരെന്തു പറഞ്ഞാലും നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പടി നീ കേട്ടു. എൻ്റെ വയറ്റിൽ ഒരു രക്തമുള്ളത് നിനക്കറിയാമോ? ഇനി അത് നിനക്ക് കിട്ടുകയേയില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, കിട്ടുന്നത് എന്തായാലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്. രത്നത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ വേടൻ പശ്ചാത്താപിക്കാൻ തുടങ്ങി. പക്ഷിയെ പിടികൂടുന്നതിന് വീണ്ടും വല വീശി. അത് കണ്ടിട്ട് പക്ഷി പറഞ്ഞു, ഇനി പശ്ചാത്താപിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞല്ലോ, നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ദുഃഖിക്കരുതെന്ന്. ഇനി ഞാൻ നിന്റെ വലയിൽ കുടുങ്ങുകയില്ല. രത്നത്തിൻ്റെ കാര്യം മറന്നുകളയൂ, അല്ലെങ്കിലും പക്ഷിയുടെ വയറ്റിൽ രത്നം ഉണ്ടാകുമോ? ഇത്രയും പറഞ്ഞിട്ട് പക്ഷി ചിറകടിച്ചു പോയി. വേടൻ അത് നോക്കിക്കൊണ്ടിരുന്നു.